ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്. അത് വിശകലനം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഇത് വരുന്ന പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഒരവസ്ഥയിൽ വ്യത്യസ്ത സ്വഭാവത്തിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ വിട്ടുപോകുന്ന ഒരു സാഹചര്യവും അവസ്ഥയൊക്കെ നിലനിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് സാധ്യമാകണമെങ്കിൽ വളരെ ഗൗരവത്തിൽ വളരെ ബോധപൂർവം തന്നെ ചില ശ്രമങ്ങൾ, ചില നീക്കങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ മക്കളുടെ വിഷയത്തിൽ ഒക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വരെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ജനറൽ ന്യൂട്രലാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇങ്ങനെ അതൊക്കെ യഥാർത്ഥത്തിൽ വളരെ അപകടകരമായ വലിയ പിന്നെ വഴികേടിലേക്ക് നയിക്കുന്ന ആശയങ്ങളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ സന്ദർഭമില്ല. പക്ഷേ ഇതൊക്കെ പഠിപ്പിച്ചും അങ്ങനെയൊക്കെ വളർന്നു വരുന്ന നമ്മളുടെ തലമുറ അറിയാതെ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പലതുമായിട്ടാണ് പിന്നെ ആയി വരിക. അപ്പോൾ അതിൽ ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഒരു എന്താ ഹിദായത്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വിചാരിക്കുന്നത് പോലെ ജന്മം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല ഹിദായത്ത്. അതിങ്ങനെ പാരമ്പര്യമായ ഒരു ജനിതക പ്രക്രിയയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നല്ലത്. അത് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം എന്തായിരുന്നു? വിശ്വാസിയാണ്, പ്രവാചകനാണ്. പക്ഷെ മകൻ എന്തല്ല? വിശ്വാസിയല്ല, ഭാര്യയുമല്ല. ലൂത്ത് നബി അലൈഹി സ്വലാം എന്താണ്? വിശ്വാസിയാണ്, പക്ഷേ ഭാര്യ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശ്വാസിയാണ്, പക്ഷേ പിതാവ്. അതിൻ്റെ അർത്ഥം ഇതെന്തല്ല? ഒരു പാരമ്പര്യ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നതല്ല ഈ ഹിദായത്ത് എന്ന് പറയും. അത് ബോധപൂർവം തന്നെ നിലനിർത്തി പോരേണ്ടതായ ഒരാൾ ബോധപൂർവം അതിന് സന്നദ്ധമായി അപ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും മറ്റ് സാധ്യതകളും ഉള്ളതുകൊണ്ട് ഇത് ശരിയായ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നിടത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയോ അത് കൃത്യമായി പാലിക്കൽ വളരെ പ്രധാനമാണ്. അതിൽ തന്നെ മുമ്പൊരിക്കൽ ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നൂഹ് നബി അലൈഹി സ്വലാം വിശ്വാസിയാണ്, പ്രവാചകനാണ്. പക്ഷേ മകൻ വഴിതെറ്റിപ്പോയി. അങ്ങനെ ഉണ്ടല്ലോ, 10-25ഓളം പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. മകൻ വഴിതെറ്റിപ്പോയി എന്ന് വെച്ചാൽ ഉമ്മ വഴിതെറ്റിയാൽ മക്കൾ വഴിതെറ്റാൻ സാധ്യത കൂടുതലാണെന്ന സൂചന കൂടി അതിലുണ്ടെന്ന് സൂചിപ്പിക്കുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാർക്ക് മക്കളെ വളർത്തുന്നിടത്ത് വലിയ പങ്കുണ്ട്. അതിൻ്റെ അർത്ഥം ഉപ്പമാർക്ക് ഇല്ലെന്നല്ല. പക്ഷെ അതിന് കൂടുതൽ എന്തുണ്ട്? കാരണം അവരുടെ കൂടെയാണ് യഥാർത്ഥത്തിൽ എന്ത്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന മൂല്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്ത് വലിയൊരു ജാഗ്രത ആരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതായത് ഇന്നിപ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാഴ്ചപ്പാടുകളുടെ തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നല്ല കഴിവുള്ള മക്കളുണ്ടാകണം എന്നാണ്. ഈ കാഴ്ചപ്പാട് തന്നെ നമ്മൾ തിരുത്തണം. നല്ല കഴിവുള്ള മക്കളുണ്ടാകണം എന്ന കാഴ്ചപ്പാടിനെ തിരുത്തണം. എന്നിട്ടോ കഴിവുള്ള നല്ല മക്കളുണ്ടാകണം എന്നുള്ളിടത്തേക്ക് കാര്യങ്ങളെ മാറ്റണം. നല്ല കഴിവുള്ള മക്കളായിട്ട് വളർത്തണം, പക്ഷെ പോരാ. അതിനപ്പുറം അത് തിരുത്തണം ആ കാഴ്ചപ്പാട്. അതിന് പകരം കഴിവുള്ള നല്ല മക്കളെ വളർത്തുക എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എന്താവേണ്ടതിന്. അപ്പോൾ രണ്ട് ലോകത്തും A+ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ കാഴ്ചപ്പാട് തിരുത്തൽ. അതിനനുസരിച്ച് കാര്യങ്ങളെ എന്ത് ചെയ്യണം? അത് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും പാലിക്കേണ്ട അള്ളാഹു പഠിപ്പിച്ച വ്യവസ്ഥകളുണ്ടല്ലോ ജീവിതത്തിൽ. ഇപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും പറഞ്ഞ വ്യവസ്ഥകൾ ഓരോന്നിലും പാലിക്കാൻ പറഞ്ഞാൽ അതിൽ എവിടെയൊക്കെ ദീൻ ഇടപെടുന്നോ അത് എല്ലായിടത്തും ഇടപെടുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്താവേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു ലൈനിൽ ജീവിച്ചു പോരുന്ന. മറ്റതിപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഈ നമസ്കാരം അല്ലെങ്കിൽ അനുഷ്ഠാനാദി കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ജീവിതഗന്ധിയല്ലാത്ത ആചാരങ്ങളായി ചുരുങ്ങിപ്പോയാൽ അത് ജീവിതമായിട്ട് എന്തുണ്ടാവില്ല, ആ അവസ്ഥയിൽ നിന്ന് മാറേണ്ടതുണ്ട്. അതിനപ്പുറത്ത് എല്ലായിടത്തും അള്ളാഹു ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ വെള്ളം കുടിക്കാൻ കള്ളുടിക്കാൻ പാടില്ലല്ലോ, ചായ കുടിക്കാൻ ചാരായം കുടിക്കാൻ പാടില്ലല്ലോ. ചായ കുടിക്കാൻ ചാരായം കുടിക്കാൻ പാടില്ല, വിവാഹം കഴിക്കാൻ വ്യഭിചരിക്കാൻ പാടില്ല, കൂലി വാങ്ങാൻ കൈക്കൂലി വാങ്ങാൻ പാടില്ല. ഇങ്ങനെ ജീവിതത്തിൽ എന്തുണ്ട്? 2 ലൈൻ. നമ്മൾ ജീവിക്കുന്നവരിൽ ലൈൻ ഇതിങ്ങനെ ഇടകലർത്താൻ പാടില്ല. ഇസ്ലാമിനെ ജാഹിലിയത്തിനെ കൂട്ടിക്കലർത്തി ജീവിച്ചാൽ നമസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അനുഷ്ഠാനാദി കാര്യങ്ങൾ നിർവഹിച്ചിട്ടോ പ്രത്യേകിച്ച് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പോകുന്നതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണെന്ത്? വെള്ളം കുടിക്കാൻ കള്ളു കുടിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ കോപ്പി അടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഉണ്ടല്ലോ. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതാണെന്ന് തോന്നും, പക്ഷെ വലുതാണ്. ഇപ്പോൾ കോപ്പി അടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? കോപ്പി അടിച്ച് അതൊക്കെ ഒന്ന് സർവ്വസാധാരണമാണ്. അതിൻ്റെ കൂട്ടത്തിൽ മകൻ അല്ലെങ്കിൽ മകൾ കോപ്പി അടിച്ചു അതിനെ ഒരു സാമർഥ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ തിരുത്തപ്പെടേണ്ടതാണ്. കാരണം എന്താ? കോപ്പിയടിയും കള്ളുകുടിയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? രണ്ടും തിന്മയാണെന്നതാണ് ബന്ധം, രണ്ടും തെറ്റാണെന്നതാണ് ബന്ധം. അപ്പം തെറ്റ് ശരിയായി പഠിപ്പിക്കപ്പെട്ടാൽ ചെറുതാണെങ്കിലും പിന്നെ വലുതിലും എന്താവില്ല, വലുതും ഒരു പ്രശ്നമല്ലാത്തിടത്തേക്ക് അത് വികസിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിത വിശുദ്ധി എന്ന് പറയുന്ന ഒന്നുണ്ട്.
അങ്ങനെ ഒന്നുണ്ടല്ലോ. ആ അർത്ഥത്തിൽ ജീവിത വിശുദ്ധിയിലേക്ക് നമ്മളുടെ വിശ്വാസം നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം എന്താവില്ല, അത് യഥാർത്ഥത്തിൽ സ്വാധീനിക്കുന്നിടത്ത് അതിന് പരിമിതികളുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അർത്ഥത്തിൽ എല്ലാ തലങ്ങളിലും എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ വഴിയടയാളങ്ങൾ നോക്കി നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ സാധ്യമാവുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. മാത്രമല്ല ഇവിടെ വെച്ച് അവസാനിക്കുന്നതല്ലല്ലോ. അപ്പോൾ നമ്മൾ കുടുംബം എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചൊരു അവസാനിക്കുന്ന ഒരു കുടുംബ കാഴ്ചപ്പാടുമല്ല. ഇതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ്, നമ്മളുടെയൊക്കെ കുടുംബങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ജീവിതത്തിൽ നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ടതുണ്ട്. അവിടെയും നമ്മുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഇവിടെ ഹിദായത്ത്, അതിനനുസരിച്ച് സന്മാർഗത്തിൽ തന്നെ ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ സന്മാർഗത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരായിട്ട് അങ്ങനെ ആയി വരുന്നിടത്ത് ആ വിശ്വാസം, അതാണല്ലോ നേരത്തെ പറഞ്ഞല്ലോ, വിശ്വാസികളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്, എപ്പോഴും അല്ലാതെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മരിപ്പിക്കാനുള്ള അന്തരീക്ഷം ഇപ്പോൾ രൂപപ്പെട്ട് വന്നു നിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സഹായം കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനെന്ത് വേണം, നമ്മൾ മക്കൾക്ക് വേണ്ടി, മക്കൾ തിരിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ്. ഉള്ളുരുകി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന, കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്നതാണ്. മക്കളെ ഉപദേശിക്കുക, ഉപദേശം ബുദ്ധിയിൽ നിന്നാണ് വരിക, അങ്ങനെയാണല്ലോ. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നാണ് വരിക. ആകാശ കവാടങ്ങളെ സ്വാധീനിക്കുക പ്രാർത്ഥനകളാണ്, അങ്ങനെ ഉണ്ടല്ലോ. ഈ പ്രാർത്ഥനകൾ അതിന് കാര്യകാരണ ബന്ധമൊന്നും ഉണ്ടാവില്ല, ഉണ്ടല്ലോ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ, ഇപ്പോൾ ഹിദായത്തിലായതിന് ശേഷം പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയും പിന്നെ ഇങ്ങനെ ഹിദായത്തിലാവുന്നൊരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട്, സ്വകാര്യമായി, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം എൻ്റെ ജ്യേഷ്ഠൻ ഒരു ഉണ്ടല്ലോ ഈ ഫാസിസ്റ്റ് ലൈനിൽ തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് എൻ്റെ ഉമ്മ എന്നോട് വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ജ്യേഷ്ഠനെക്കുറിച്ച് ഉണ്ടല്ലോ, ഈ ആ ലൈനിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇസ്ലാമിൻ്റെ ആ ഒരു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ അത് ഉണ്ടാക്കാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇവിടുത്തെ ഒരു കാര്യം കുറച്ചുകൊണ്ടല്ല, പരലോകത്ത് അത് ഉണ്ടാക്കാൻ പോകുന്നൊരവസ്ഥ പറഞ്ഞുകൊണ്ട് പലപ്പോഴും വന്ന് കരയലുണ്ട്. പരലോകത്ത് അവൻ്റെ എന്നിട്ടുണ്ട് അത് പറയുമ്പോൾ പലപ്പോഴും അത് പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ എന്നെ ഈ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ പലപ്പോഴും എൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുക അപ്പോഴാണ്. കാരണം കഴിഞ്ഞാൽ പിന്നല്ലെങ്കിൽ നാളെ തീരുന്ന ഒരു ജീവിതം, പിന്നെ അങ്ങോട്ട് മരണപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതനുസരിച്ച് പിന്നത്തെ ഒരവസ്ഥ. അപ്പോൾ മകൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയുമ്പോൾ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയും പ്രയാസവും, എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഒരു കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരിൽ ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ, ആ കണ്ണീരിലൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയാണ് ആകാശ കവാടങ്ങൾ എന്ത് ചെയ്യുന്നത്. അതിങ്ങനെ മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഘട്ടത്തിൽ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ നിലനിൽക്കെ തന്നെ ഒരു സന്ദർഭത്തിൽ കോഴിക്കോട് നിന്ന് പിന്നെ രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ജ്യേഷ്ഠൻ്റെ ഒരു ഖുർആൻ്റെ പരിഭാഷ വാങ്ങി വരുന്നൊരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. ഈ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കാര്യകാരണ ബന്ധം ഈ വിഷയത്തിലില്ല. അതേസമയത്ത് ഈ കണ്ണീര് ആകാശ കവാടങ്ങളിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം, അതല്ലാതെ വേറെ ഒരു കാരണവും അതിന് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് കിട്ടുന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കും അത് ശത്രുവിനെ മിത്രത്തിനൊന്നും പറയാൻ കഴിയില്ല. അബൂ ത്വാലിബ് മിത്രമായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കൈയായിരുന്നു, അങ്ങനെ ഉണ്ടല്ലോ, വലങ്കൈയായിരുന്നു. മരണത്തെ ദുഃഖവർഷമായിട്ട് വരെ ആചരിച്ചിട്ടുണ്ട്. പക്ഷേ ഹിദായത്ത് കിട്ടിയിട്ടില്ല, അങ്ങനെയാണല്ലോ. അതേസമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അല്ലെ, ഖലീഫ ഉമർ എന്ന് പറയുന്നത് എന്തായിരുന്നു, ശത്രുവായിരുന്നു, പ്രവാചകനെ വെട്ടാൻ ഉരിപ്പിടിച്ച വാളുമായി നടന്ന, പക്ഷേ ഹിദായത്ത് കിട്ടി. ഖാലിദ് ബിൻ വലീദ് ഒരു ഘട്ടത്തിൽ അവരൊക്കെ ഏതാണ്ട് യഥാർത്ഥത്തിൽ എന്തായിരുന്നു, ശത്രുപക്ഷത്തായിരുന്നു, പക്ഷേ ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ഹിദായത്ത് എന്ന് പറയുന്നത് ശത്രുവിനോ മിത്രത്തിനൊന്നും പറയാൻ കഴിയില്ല, ആർക്കും അത് കിട്ടും. അത് മക്കൾക്ക് കിട്ടണമെന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാമയുടെ മകന് കിട്ടിയിട്ടില്ല, വാപ്പാക്ക് കിട്ടണമെന്നില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ വാപ്പാക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് കുടുംബ പരിഗണനകൾ, ശത്രുമിത്രം പരിഗണനകൾ, ഇതൊന്നുമില്ല ഹിദായത്തിൻ്റെ മുമ്പിൽ. ഇങ്ങനെ ഉണ്ടല്ലോ, കുടുംബം പോലും യഥാർത്ഥത്തിൽ എന്തല്ല എന്നിരിക്കെ നമ്മൾ എന്ത് ചെയ്യണം, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ഈ ഹിദായത്ത് നിലനിർത്താൻ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു ആത്മാവാണ്. അങ്ങനെ ഉണ്ടല്ലോ ഒരു പ്രാർത്ഥനയിലൂടെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഹൃദയബന്ധം ഉണ്ടല്ലോ, അതിൽ നിന്നുണ്ടാകുന്ന എന്തുണ്ട് ഒരു വികാസം, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്താക്കുന്നത്, സത്യവിശ്വാസത്തിൽ നിലനിർത്താൻ പ്രാപ്തമാക്കുന്ന ഒന്നായിട്ട് മാറുക എന്നുകൂടി ഈ സന്ദർഭത്തിൽ
സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. എല്ലാം അള്ളാഹു നമുക്ക് പരിഹരിച്ച് അവൻ്റെ സ്വർഗത്തിൽ, അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ തന്നെ കുടുംബസമേതം ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.